ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃധോ പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം ക്രതുശ്ച യജതാം ഭർത്താവരജ്യോതിഷം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുച്ചാനേകധായ ശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണത്രൈലോക്യ ദീപോ രവി. ഓം ആദിത്യായ നമഃ ആദിത്യായ നമഃ ആദിത്യായ നമഃ. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പുതുവർഷം മലയാളിക്ക് ആരംഭിക്കുകയാണ്. 1200 ആണ്ട് 1199 കർക്കിടക മാസം 32 2024 ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച രാത്രി 7:40 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചിങ്ങം മലയാളിക്ക് പുതുവർഷമാകുന്നു. വറുതിയുള്ള കർക്കിടകത്തിൽ നിന്നും ഒരു മോചനമാണ്, പ്രത്യാശയാകുന്നു സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം. ധാരാളം പ്രാധാന്യങ്ങൾ ചിങ്ങമാസത്തിനുണ്ട്. ഇത് കർഷക ദിനമായി ഇന്ന് കേരള സർക്കാർ ചിങ്ങം 1 വർഷങ്ങളായി ആചരിച്ചു വരുന്നു. ചിങ്ങം സമൃദ്ധിയുടെ പ്രത്യാശയുടെ മാസമാകുന്നു. ചിങ്ങമാസത്തിലെ വിശേഷ ദിനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സുപരിചിതമാണ്. ചിങ്ങമാസത്തിലാണ് പൊന്നോണം, തിരുവോണം വരുന്നത്. ശ്രീകൃഷ്ണ ജയന്തി, അഷ്ടമി രോഹിണി വരുന്നത് ചിങ്ങമാസത്തിലാണ്. ശ്രീനാരായണ ഗുരു ജയന്തിയും ചട്ടമ്പിസ്വാമി ജയന്തിയും അയ്യങ്കാളി ജയന്തിയും വരുന്നത് ചിങ്ങമാസത്തിലാണ്. ധാരാളം പ്രത്യേകതകൾ ചിങ്ങമാസത്തിനുണ്ട്. കാരണം ചിങ്ങമാസത്തിലാണ് നാം കാർഷികമായ പ്രവൃത്തികൾ ആരംഭിച്ച് അത് മേടത്തിലേക്ക് വിഷുവെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഋതുക്കളിൽ വർഷ ഋതു ആണെങ്കിലും കർക്കിടക മാസത്തെ പോലെ ആ ഘോരമായ മഴയിൽ നിന്നും ചിങ്ങമാസത്തിന് മോചനം ലഭിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ ആദിത്യൻ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം നാം പറഞ്ഞു. ചിങ്ങം രാശിക്ക് ധാരാളം പ്രത്യേകതകൾ സൂര്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ചിങ്ങം രാശിയാകുന്നു. സിംഹേ വിംശതിരാദിത എന്നാണ് സൂര്യൻ്റെ മൂലക്ഷേത്ര ബലം പറഞ്ഞിരിക്കുന്നത്. ചിങ്ങമാസം 20 വരെ സൂര്യന് ബലമുള്ള രാശിയാകുന്നു ചിങ്ങം രാശി. എന്തുകൊണ്ടാണ് സൂര്യന് ഇത്ര പ്രഭാവമെന്ന് നാം മനസ്സിലാക്കണം. നവഗ്രഹത്തിൽ ആത്മപ്രഭാവവും വ്യക്തിത്വവും പൗരുഷവും പിതാവിനെയും ശിവനെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. താതശ്ച ആത്മപ്രഭാവ, ഒരു വ്യക്തിയുടെ പ്രഭാവമാകുന്നു സൂര്യൻ. നമ്മുടെ ഓറയിൽ, ശരീരത്തിൻ്റെ ആധാരങ്ങളിൽ ആധാരെ പ്രഥമം സഹസ്രകിരണം, മൂലാധാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങളുടെ ബാലൻസിനെ പ്രതിനിധാനം ചെയ്യുന്നു സൂര്യൻ. ഭൂമിയുമായി ബന്ധപ്പെടുന്ന ഗുരുത്വാകർഷണത്തെ സൂര്യൻ പ്രതിനിധാനം ചെയ്യുന്നു. സൂര്യനാണ് സകല ചരാചരങ്ങൾക്കും പ്രകാശം കൊടുത്ത് ഈ ജീവജാലങ്ങളുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത്. സൂര്യനില്ലാത്ത ഒരു ദിനം ലോകർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. സൂര്യനില്ലെങ്കിൽ സമസ്ത ജീവജാലങ്ങളും പ്രകൃതിയും ഒന്നും ഉണ്ടാവുകയില്ലെന്ന് നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ആത്മാവ്, പിതാവ്, രാജാവ്, രാജസേവ, ധൈര്യം, ശൗര്യം, ക്രൂരത, സദസ്സിൽ വിജയം, അധികാരത്തോടുള്ള ഭ്രമങ്ങൾ, ഉത്സാഹം, പ്രശസ്തി, ഔന്നത്യം, ആത്മികമായ കർമ്മങ്ങൾ, ഉയർന്ന ദേശങ്ങൾ, പർവ്വതം മുതലായ ഉയർന്ന ദേശങ്ങൾ, വനസഞ്ചാരങ്ങൾ, കൃഷി ചെയ്യുക, വാഹനങ്ങൾ, നാൽക്കാലികൾ, കഠിന വൃക്ഷങ്ങൾ, കൂവളം, ഹോമം, ശിവനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, മാനവ വിഭവശേഷി, നഖം, നമ്മുടെ ത്വക്ക്, ചർമ്മം, ചെമ്പ്, സ്വർണം, ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ, രത്നങ്ങളിൽ മാണിക്യം, ഋതുക്കളിൽ വസന്തർത്തു, ശാരീരികമായി ഹൃദയം, അസ്ഥി, ഉദരരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പൈൽസ്, ധാന്യങ്ങളിൽ ഗോതമ്പ്, ഇതൊക്കെ സൂര്യനുമായി ബന്ധപ്പെടുന്ന
കാരക ധർമ്മങ്ങളാകുന്നു. ഇവിടെ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി പ്രവേശിക്കുന്നു. നാം ഓരോ രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. നാം അടുത്തതായി ചർച്ച ചെയ്യുന്നു ഇടവം രാശിക്കാർക്ക് ഈ സൂര്യൻ്റെ ചിങ്ങരവി സംക്രമം എപ്രകാരമുണ്ടെന്ന്. ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന നക്ഷത്ര സമൂഹ രാശിയാകുന്നു. ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ പ്രായണ സ്വന്തം ക്ഷേത്രത്തിൽ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. വളരെ ബലവാനായി 4-ാം ഭാവത്തിൽ ആദിത്യൻ നിൽക്കുന്നു. ഇവിടെ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികക്കാർക്ക്, ഇടവം രാശിയിൽ വരുന്ന കാർത്തികം നക്ഷത്രക്കാർക്ക് പ്രായണ ഈ സൂര്യൻ്റെ മാറ്റം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. സൂര്യൻ തങ്ങളുടെ വ്യക്തിത്വത്തെ വർദ്ധിപ്പിക്കുന്നു 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ. 4-ാം ഭാവം എന്നാൽ മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യമംഭ ശയനം ച വൃദ്ധിർ പശ്വാധികം വേശ്മഗതാസ് ചതുർത്ഥ. അമ്മ, അമ്മാവന്മാർ, മരുമക്കൾ, ഭൂമി, വാഹനം, ഇരിപ്പിടം, തൻ്റെ ലാളിത്യം, ജലം, ജലത്തിൻ്റെ സ്ഥാനം, പശുക്കൾ, നാൽക്കാലികൾ, വാഹനം, വീട്, ഇതൊക്കെയാണ് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം ഇടവൻ രാശിക്കാർക്ക് ഭൂമി ആഗ്രഹിക്കുന്ന, വീട് ആഗ്രഹിക്കുന്ന, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന, ഇതിനായി ലോണിന് വേണ്ടി നടക്കുന്ന ഇടവൻ രാശിക്കാർക്ക് പ്രായണ ഈ സൂര്യൻ്റെ 4-ാം ഭാവ വിഷയം ഇതിനൊക്കെ വളരെ അനുകൂലമാണ്. പുത്തൻ വാഹനങ്ങൾ വാങ്ങാം, പഴയ വാഹനം മാറ്റി പുത്തൻ വാഹനങ്ങൾ വാങ്ങാം. ഇത് അധോമുഖ രാശിയാണ്. അതിനാൽ വാഹനങ്ങൾ കൊണ്ട് അപകടങ്ങളില്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. വിസുഖ പീഡിതമാനസ ചതുർത്ഥേ വിസുഖ, സുഖം കുറയുക. മനസ്സിന് പീഡ, മാനസികമായ ചെറിയ ചെറിയ അലച്ചലുകൾ ഈ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ്. സ്വന്തം ക്ഷേത്രത്തിലെ ഗ്രഹമാണ്. പുത്തൻ വീടിന് ഏറ്റവും അനുകൂലമാണ്. തനിക്ക് ബഹുമാനം ലഭിക്കുന്നു, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു. സൗഹൃദത്തിൽ അല്ലെങ്കിൽ സുഹൃത്ത് സമ്മേളനങ്ങളിൽ ഈ കൂട്ടാളികളിൽ തനിക്ക് പലപ്പോഴും ഒരു പ്രാധാന്യം ലഭിക്കുന്നു. ഇലക്ഷനുകളിൽ ജയിക്കുന്നു, സമിതിയിൽ ജയിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ. അതിനാൽ തൻ്റെ വ്യക്തിത്വം ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ അത് കർമ്മസ്ഥാനത്ത് 4-ൽ നിൽക്കുന്ന സൂര്യൻ 10-ാം ഭാവത്തിലേക്ക് നോക്കുന്നു, കർമ്മസ്ഥാനത്ത് നോക്കുന്നു. അതിനാൽ കർമ്മ വിഷയത്തിൽ തനിക്ക് പുതിയ പദ്ധതികൾക്ക് അനുകൂലമായ സമയമാകുന്നു ഈ ഒരു മാസക്കാലം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തുരിയേ ദിനേശി അതിശോഭാധികാര ജനസമ്പ്രജ വിഗ്രഹം ബന്ധുതോപി. തൻ്റെ അങ്ങേയറ്റത്തുള്ള പ്രകാശം, ശോഭ കാരണം ജനങ്ങളും ബന്ധുക്കളും തന്നോട് കലഹിക്കുമെന്നാണ്. അതിനാൽ ശത്രുദോഷം ധാരാളം വരുന്ന സമയമാണ്. പ്രവാസി, തനിക്ക് ദേശം വിട്ടുപോകുവാനുള്ള അവസരങ്ങൾ കൈവരുമ്പോൾ നിങ്ങൾ ഉത്സാഹിക്കണം. ചില സുഹൃത്തുക്കളൊക്കെ നമ്മെ അവിചാരിതമായി വിദേശത്ത് എത്തിക്കും, അല്ലെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് വിസയിൽ വിദേശത്തൊരു ചാൻസ് തരിക, അവിടെ നിന്നും ഒരു ജോലിക്ക് ശ്രമിക്കുക. ഈ രീതിയിലുള്ള ധാരാളം സൗഭാഗ്യങ്ങൾ ഇടവൻ രാശിക്കാർക്ക് ലഭിക്കുന്ന മാസമാകുന്നു ഇത്. വിവക്ഷാഹവേ മാനഭംഗം എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. 4-ൽ സൂര്യനുണ്ടാകുമ്പോൾ ശത്രുവുമായി ബന്ധപ്പെടുന്ന തർക്കത്തിൽ തനിക്ക് മാനത്തിന്, തൻ്റെ അഭിമാനത്തിന് ഭംഗം വരുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇവിടെ സൂര്യൻ ബലവാനാണ്. ശത്രുവുമായി സാമധാന ഭേദ ദണ്ഡത്തിലൂടെ പരിഹാരങ്ങൾ കാണാൻ ശ്രമിക്കാൻ പറ്റുന്ന മാസമാകുന്നു ഇത്. പൂർവികമായ സ്വത്ത് തനിക്ക് ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. അതിനാൽ പൂർവികമായ സ്വത്തുമായി ബന്ധപ്പെടുന്ന തീരുമാനങ്ങളിൽ ഒരു ചർച്ച, മധ്യസ്ഥം, ഉടമ്പടി ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വിജയിക്കുവാനുള്ള ഒരവസരം ഇടവൻ രാശിക്കാർക്ക് പ്രാപിക്കുന്നതാണ്. ഇടവൻ രാശിക്കാർ നന്നായി ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ഓം നമഃശിവായ എന്ന ആ പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക. ശിവക്ഷേത്രത്തിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട കൂവളമാല, ജലധാര ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഗുണമാണ്. ശാരീരികമായി അസ്വസ്ഥതയുള്ള വ്യക്തികൾക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെ ഗുണമാണ്. 4-ാം ഭാവം അമ്മയുടെയും അമ്മാമ്മൻ്റെയും ഭാവമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിനാൽ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ കഴിപ്പിക്കുന്നത് വളരെ ഗുണകരമാണ് ഈ കാലയളവിൽ. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും വളരെ അനുകൂലമായൊരു മാസമാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.